കീർത്തന, നമുക്ക് വളരെ വേഗം വയനാട്ടിലേക്ക് പോകണം. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ പോലീസുകാർ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും. സുർജിത്ത്, വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണെന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കുറച്ചു നേരമൊക്കെ അവരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പിന്നീട് സംഘർഷത്തിലേക്ക് കടക്കുകയാണോ? മേപ്പാടി റേഞ്ച് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടയിലാണ് പ്രതിഷേധം. ഇപ്പോൾ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പോലീസ് തടഞ്ഞിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്തേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവർ കുത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അല്പസമയം മുമ്പ് SDPIയും ഇവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു. SDPI നടത്തിയ മാർച്ച് വളരെ സമാധാനപരമായിരുന്നു. ഇവിടെ ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ അമൽ ജോയിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിൽ തള്ളിക്കയറാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ നിലവിൽ സമാധാനപരമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ്. നാളെ UDFന്റെ ഹർത്താലാണ് ഉള്ളത്. UDFന്റെ ഹർത്താൽ നാളെ നടക്കുന്നുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഈ ഒരു ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഒരു കുരങ്ങ് ഷോക്കേറ്റ് വീണ ഒരു ദൃശ്യം നമുക്ക് കാണിക്കാം. തൊട്ടപ്പുറത്ത് മാർച്ച് നടക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു ആ കുരങ്ങിന് CPR നൽകാൻ ശ്രമിക്കുകയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ. ആ കുരങ്ങിന് അത് ഷോക്കേറ്റ് താഴേക്ക് വീഴുകയായിരുന്നു. നല്ലൊരു കാറ്റ് വീശിയപ്പോൾ അത് നേരെ പൊടുന്നനെ മരത്തിൻ്റെ താഴെ നിന്ന് വീഴുകയായിരുന്നു. അതിന് CPR നൽകി രക്ഷപ്പെടുത്താനൊരു ശ്രമം ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് പെട്ടെന്ന് പൊടുന്നനെ താഴേക്ക് വീഴുകയാണ്. ഈ കുരങ്ങിൻ്റെ കുട്ടി ഉണ്ടായത് അത് താഴേക്ക് ഇങ്ങനെ വീഴുകയായിരുന്നു. ഈ മാർച്ചിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും അതിനെ അതിജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രമിക്കുന്നുണ്ട്, മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. കുരങ്ങനെ അതിജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. എന്തായാലും മാർച്ച് ഒരു ഭാഗത്ത് നടക്കുന്നു യൂത്ത് കോൺഗ്രസ്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ആ കുരങ്ങനെ സുരക്ഷിതമാക്കിയ രീതിയിൽ തന്നെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ മാർച്ചിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഇവിടെ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാർച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം? കഴിഞ്ഞ 2 ദിവസമായി വയനാട് ജില്ലയിൽ വന്യമൃഗ ആക്രമണത്തിൽ 2 ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഇതുവരെ മന്ത്രി അടക്കമുള്ള ആളുകൾ വയനാട് ജില്ല സന്ദർശിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരി എന്ന് പറയുന്ന കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിലൊന്നും സന്ദർശനം നടക്കാത്തതിനെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു റേഞ്ച് ഓഫീസ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ കേവലം 11 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ പ്രതിഷേധം ശമിപ്പിക്കാൻ ഇവിടെ സർക്കാർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കോമ്പൻസേഷൻ അല്ല വേണ്ടത്, ജനങ്ങൾക്ക് ജീവിക്കാനും ജീവനും സ്വത്തിനും സംരക്ഷണമാണ് വേണ്ടത്. കോമ്പൻസേഷനുകൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം കഴിയുന്നില്ല. വനത്തെയും അതേപോലെ പ്രദേശങ്ങളെയും വേർതിരിച്ചുകൊണ്ട്, കാടും നാടും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നമുക്ക് വേണ്ടത്. ഈ നാട്ടിൽ ഫെൻസിംഗ് ഇല്ലാത്ത സാഹചര്യമുണ്ട്, RRTകൾക്ക് വേണ്ടത്ര ഉപകരണങ്ങളില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ പോലും ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഒരു സൂചനാ സമരം എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ റേഞ്ച് ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ആ മാർച്ച് ഇവിടെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. നാളെ UDFന്റെ ഹർത്താലാണ് ജില്ലയിൽ. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഈ ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലും മേപ്പാടി പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു കാട്ടാന ശല്യം, മറ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സമാധാനപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആദ്യഘട്ടത്തിൽ തള്ളിക്കയറാൻ ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ
മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രതിഷേധം ഇപ്പോൾ ഏതാണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള ഈ ധർണ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സ്മിത, ശരി സുർജിത്, എന്തായാലും സമാധാനപരമായി ആ പ്രതിഷേധം അങ്ങനെ നടക്കട്ടെ, പ്രതിഷേധിക്കട്ടെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമല്ലോ. സുർജിത്, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതിനിടയിൽ ഇത്രയും വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ നടക്കുന്ന അതിനിടയിൽ ആ കുരങ്ങിനെ അങ്ങനെ ഷോക്കേറ്റ് വീഴുന്നു. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ അതിനെ രക്ഷിക്കുന്നു. അത് കാട്ടിലെ ഒരു മരത്തിലേക്ക് കയറിപ്പോകുന്നു. ആ ദൃശ്യം കൂടെ പകർത്താൻ കാണിച്ച നമ്മുടെ ക്യാമറമാനും സുർജിത് അത് പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും അത് ചെയ്ത ആളുകളും അത്തരം പ്രശ്നങ്ങളുടെ ഇടയിൽ അത് ചെയ്യാൻ മനസ്സ് കാണിച്ച അവർക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞ അഭിനന്ദനങ്ങൾ, സ്നേഹം അറിയിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്കാണ് സുർജിത്ത് പോകുന്നതെന്ന് തോന്നുന്നു അല്ലെ സുർജിത്ത്? വളരെ പെട്ടെന്ന്, നമുക്ക് സമയം കുറവാണ്. നമുക്കൊന്ന് അവരിലേക്ക് പോവാം. ഇവിടെ കുരങ്ങ് കരണ്ട് അടിച്ചിട്ട് പെട്ടെന്ന് വീണതാണ്. അതെ അതെ, നമ്മള് എന്തായാലും ഈ പ്രകൃതിയുള്ള എല്ലാത്തിനും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ജീവനും കൂടെ സംരക്ഷിക്കാൻ സർക്കാരും എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ഇവർക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു നന്മയുള്ള കാഴ്ച കൂടി ഇവിടെ സംഭവിച്ചു. ഇവിടുത്തെ മാധ്യമ സാരഥി കൂടിയായിട്ടുള്ള ബാബു ഉൾപ്പെടെയുള്ളവരാണ് അതിനെ രക്ഷപ്പെടുത്തിയത്. ബാബു ഉൾപ്പെടെയുള്ളവരാണ്. എന്തായാലും ബാബു അവിടെ ഉണ്ട്, നമ്മുടെ സാരഥി ഉൾപ്പെടെ ചേർന്നാണ് സന്മനസ് കാട്ടിയത് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സുർജിത്ത് ഇവ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, രക്ഷപ്പെടുത്തിയ ആള് പറഞ്ഞതുപോലെ ഞങ്ങൾ കാടിനെ സംരക്ഷിക്കാനും ഒപ്പം മൃഗങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ജീവനും കൂടെ സുരക്ഷ വേണം. എത്ര മനോഹരമായി അത് പറഞ്ഞു വെച്ചു. എല്ലാ പ്രതിഷേധങ്ങൾക്കും അപ്പുറത്താണ് ഇതുപോലെയുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും. അതിങ്ങനെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നു. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാകട്ടെ അല്ലെ? അതിലെ നമുക്ക് നമ്മുടെ ക്യാമറമാനെ കൂടെ ആരാന്നുള്ള കാര്യം തോന്നുന്നു, മനു ദാമോദരൻ. അത് നമ്മളെ പേര് പറയണല്ലേ, പെട്ടെന്ന് ആ ദൃശ്യങ്ങളിലേക്ക്. അതാണ്, ഒരിടത്ത് ഇങ്ങനെ വലിയ സമരം നടക്കുന്നു, പെട്ടെന്ന് അവിടെ ഒരു കുരങ്ങിന്റെ ജീവൻ രക്ഷിക്കുന്നു. ഒരിക്കലും പെട്ടെന്ന് ഓർക്കില്ല ആ ഒരു ദൃശ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു മനസാന്നിധ്യം കൂടിയാണ്. ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ട ഒരു കാര്യം തന്നെയാണ് അതല്ലേ? മനുഷ്യനായിരിക്കുന്നു.